എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പിന്തുണ UDF-ന്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടത് സർക്കാരിനെതിരായ വിധിയെഴുത്താകണമെന്ന് വെൽഫെയർ പാർട്ടി. 9 വർഷമായി തുടരുന്ന ഇടതുഭരണത്തിൽ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ഘടന ഗുരുതരമായി തകർന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ സഹായ വകുപ്പായി മാറിക്കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിലും പോലീസിലും നടക്കുന്ന ജനവിരുദ്ധതയും സംഘപരിവാർ പ്രീണനയും ഭരണമുന്നണിയുടെ ഭാഗമായിരുന്ന മുൻ MLA PV അൻവർ തുറന്നു പറഞ്ഞെടുത്തു നിന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുന്നത്. ഇക്കാര്യം കഴിഞ്ഞ 9 വർഷമായി വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ ഒത്തുകളിയുടെ ഭാഗമായാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതും അതിനെ ഉപയോഗിച്ച് സംഘപരിവാർ തൃശൂരിൽ വിജയിക്കുകയും ചെയ്തത്. ഒരു തെളിവുമില്ലാത്ത സംഘപരിവാർ നുണകൾക്ക് നിലനിൽക്കാനാവശ്യമായ സൌകര്യം ചെയ്തു കൊടുത്തത് സംസ്ഥാന പോലീസാണ്. അത്തരത്തിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. സംഘപരിവാർ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിനെ പോലെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരള പോലീസ് പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയെ മറികടക്കുന്നതിനു വേണ്ടി കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ സമീപനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം സ്വീകരിച്ചു വരുന്നത്. സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചിരുന്ന കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ഐക്യം തകർക്കാനുള്ള BJP ശ്രമത്തിന് എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് ഇടതുപക്ഷത്തിന്റെ തെറ്റായ രാഷ്ട്രീയ സമീപനമാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് സംഘപരിവാറിന്റെ വിഷലിപ്തമായ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരകന്മാരായി CPM നേതാക്കൾ മാറി. കള്ളക്കടത്തും ദേശവിരുദ്ധതയും മലപ്പുറത്തിനുമേൽ ആരോപിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങളോടെല്ലാം ഇടതു സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. കേരളയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഭൂമിക്ക് വേണ്ടിയുള്ള ആദിവാസി സമരങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നു. മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ 95 വയസ്സുകാരനായ ഗ്രോവാസു അടക്കമുള്ളവർ ഇപ്പോഴും സമരം നടത്തുകയാണ്. കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആശാ വർക്കർമാർ കൂലി വർധനവിന് വേണ്ടി നടത്തുന്ന സമരത്തോട് ചർച്ചയ്ക്കും സന്നദ്ധമല്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. ജാതി സെൻസസ്, സംവരണമടക്കമുള്ള സാമൂഹ്യനീതി വിഷയങ്ങളിലും ഇടതു സർക്കാർ വരേണ്യ വിഭാഗങ്ങൾക്കൊപ്പമാണ് നിലയുറപ്പിച്ചത്. സാമൂഹ്യനീതി മുൻനിർത്തി വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമായാണ് UDF-ന് പിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിന് അനുകൂലമായ സമീപനം സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും വെൽഫെയർ പാർട്ടി അഭ്യർത്ഥിക്കുന്നുവെന്ന് റസാഖ് പാലേരി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം നാസർ കീഴുപറമ്പ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ, ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.